ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഹുമയൂൺ ടോംബിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് നമ്മുടെ സുപ്രീം കോർട്ടിൻ്റെ ബിൽഡിങ്ങാണ്. അങ്ങനെ നമ്മൾ ഹുമയൂൺ ടോംബിലെത്തി. ഇവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഹുമയൂൺ ടോംബ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഓട്ടോ പിടിച്ച് നേരെ അവിടെ നിന്ന് ഇവിടെ വരാൻ പറ്റും. അപ്പോൾ ആദ്യം കയറുമ്പോൾ തന്നെ ടിക്കറ്റ് കൗണ്ടറും ക്ലോക്ക് റൂമും ഉണ്ട്. ബാഗെല്ലാം ക്ലോക്ക് റൂമിൽ വെക്കാൻ പറ്റും. പിന്നെ ടിക്കറ്റും ഇവിടെ ഓൺലൈനായിട്ട് എടുക്കാം. പക്ഷേ ഇവിടെ അത്ര തിരക്കൊന്നുമില്ല. കുത്തബ്മിനാറിൽ കണ്ടതുപോലെ അത്ര തിരക്കൊന്നുള്ളൊരു സ്ഥലമല്ല ഹുമയൂൺ ടോംബ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവും, ഒരു അണ്ടർ റേറ്റഡ് സ്പേസാണിത്. എനിക്കെന്തോ കുത്തബ്മിനാറിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഹുമയൂൺ ടോംബ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞ് നേരെ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോൾ തന്നെ ഒരു വലിയ ഗാർഡനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അകത്തോട്ട് ഒരുപാട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഹുമയൂൺ ടോംബിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഈ കാണുന്നത് ഒരു ഗാർഡനാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ആ കാണുന്ന മതിൽ, അത് കഴിഞ്ഞിട്ട് തന്നെ അപ്പുറത്തോട്ടും ഇതുപോലെ തന്നെ ഒരു ഗാർഡനാണ്. അത് കഴിഞ്ഞാൽ ഒരു ഗേറ്റ് വേ ഉണ്ട്. ആ ഗേറ്റ് വേ കടന്ന് നമ്മൾ മുന്നേറ്റിലോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ബൂ ഹാലിമ ഗാർഡൻ ആൻഡ് ടോംബ് വ്യൂയിലോട്ട് എത്തുന്നത്. അപ്പോൾ അതാണ് മെയിൻ എൻട്രൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹുമയൂൺ ടോംബിനേക്കകത്തുള്ള. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഈ കാണുന്നത് ഒരു ചെറിയ ബിൽഡിംഗ് ആണ്. ഇതിൽ വേറെ സിഗ്നിഫിക്കൻസോ വേറെ ബോർഡോ ഒന്നും കണ്ടില്ല. ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളതല്ല, ഏതോ അൺകംപ്ലീറ്റ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ്. പക്ഷേ ഇതൊരു ചെറിയ സംഭവത്തിൽ എത്തിയിട്ടുണ്ട്. എന്താണെന്ന് നോക്കാകത്തൊക്കെ. അകത്ത് ചെറിയ റൂമൊക്കെ ഉണ്ട്. കൊള്ളാം. ഇതിലൂടെ പുറത്തിറങ്ങാൻ പറ്റും. പിന്നെ ബാക്കിൽ കൂടെ വീണ്ടും അകത്ത് വരണം. കൊള്ളാലോ കളി. എന്തൊക്കെയല്ലേടാ ഈ കൊച്ചു കേരളത്തിൽ. ബാക്കിലും അതുപോലെ കുറച്ച് അറകൾ. ഇതിനകത്തും കയറാം. എന്നിട്ട് അപ്പുറത്തൂടെ ആണ് എൻ്റെ ഒരു നേരത്തെ ആൾക്കാർ ഫ്രൂട്ട്സും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. കൊള്ളാം. എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അങ്ങനെ മേളിൽ കയറുന്നില്ലാരും. ഞാനും ഉണ്ട്. ഈ ബിൽഡിംഗ് ഏതാണെന്ന് അറിയാമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് ഞാൻ കുറേ നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല എന്താ സംഭവം എന്നുള്ളത്. പടി കൊള്ളാമല്ലോ. മേളിൽ വേറെ എന്തൊക്കെയോ സെറ്റപ്പാണ്. കല്ലടിക്കിട്ടുള്ളതാ. ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ചടക്കിയിരിക്കുകയാണ് ഗായ്സ്. ഇന്ന് മുതൽ ഈ കോട്ട മിന്നുവിൻ്റെ ആയിരിക്കും. മിന്നുക്കോട്ട ആണ്. ആരും കയറുന്നില്ല, നമ്മൾ മാത്രമേ ഇവിടെ കയറിയിട്ടുള്ളൂ. പോലീസുകാർ വന്ന് മിക്കവാറും അടിച്ചോട്ടിച്ച് വിടുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഇറങ്ങി കളയാൻ. ആരും പേടിക്കണ്ട, ഇത് മിന്നുവിനെ സെക്യൂരിറ്റി ഓടിക്കുന്നതല്ല, വെറുതെ ഓടിയതിൻ്റെ മേളിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. കളർഫുൾ. ഇപ്പോൾ മാർബിളിൻ്റെ പല ഷെയ്ഡ് പതിപ്പിച്ചിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ കൊള്ളാം. ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാം. അപ്പോൾ ഇതിൻ്റെ അടിയിലുണ്ടോ ഒരു ഗുഹ. മിന്നു മേളിൽ കയറി മിന്നുവിനെ പറ്റിക്കാം നമുക്ക്. അവിടെ നിന്ന് മിന്നുന്നില്ല, ഇങ്ങനെ ആക്ക്. അവിടെ കയറി നിന്നിട്ടകത്ത് മുകളിലേക്ക് പിന്നെ കയറാം. ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ വരാം. താഴെ എന്താ നോക്കിയിട്ട്. മൈ ഗോഡ്. കോട്ടയാണ്. വേറൊരു ഫീല് നിൽക്കുമ്പോൾ ഇവിടെ. മേളിലേക്ക് പോവാൻ എന്തായാലും. ഈ മതിലിൻ്റെ മേലെ കൂടെ ഫുള്ള് നടക്കാമല്ലേ. പാപ്പവായ് വിന്നു. വീണ്ടും വിന്നു. ഓ മൈ ഗോഡ്. ആ പ്രാവൊക്കെ നിൽക്കുന്നു പുറകെ. ലൗലി സാധനം. ഇവിടെ നിന്നാണ് പണ്ട് രാജാക്കന്മാര് ആൾക്കാരെ നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടായിരിക്കുക. അപ്പുറത്തുണ്ട് ഇതുപോലെ സാധനം. അങ്ങോട്ട് പോകാൻ വയ്യ. ബ്യൂട്ടിഫുൾ സ്ഥലം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒന്നിരിക്കാൻ പറ്റിയ ഒരു. അകത്തൂടെ കയറിയിട്ടാണെന്ന് തോന്നുന്നു അടുത്ത്. ഈ ഡോറിൽ കൂടെ നമ്മൾ നേരെ അകത്ത് കയറിയിട്ട് ബാഹുലിമ ഗാർഡൻ ആൻഡ് ടോംബ് വ്യൂ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അത് അടുത്ത് ഈ ഹുമയൂൺ ടോംബിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ഉള്ള ഗേറ്റ് വേയുടെ പേരാണ് ബാഹുലിമ.
ഇത് അറബ് സറായ് ഗേറ്റ് വേ ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഗേറ്റ് വേ ആണ്. അതിൻ്റെ മേളിലത്തെ ടോംബ് വരുന്ന ഭാഗമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡോം വരുന്ന ഭാഗമൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഗേറ്റ് വേ മാത്രമേ ഉള്ളൂ. ഗേറ്റ് വേ അതിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ. പക്ഷേ അതും കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്ന സാധനം, ഹുമയൂൺ ടോംബ്. ഹുമയൂണിനെ പറ്റിയുള്ള സംഭവങ്ങളാണ്. ഹുമയൂൺ അറിയാമല്ലോ, മുഗൾ സാമ്രാജ്യത്തിൽ രണ്ടാമത്തെ ചക്രവർത്തി. ഇത്രയും ദൂരം നടന്നാണ് നമ്മൾ വന്നത്. പക്ഷേ വർത്ത്, നല്ല രസമുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഏരിയൽ വ്യൂ. കൊള്ളാം. മുഗൾ സാമ്രാജ്യത്തിലെ രണ്ടാമനായ ഹുമയൂണിൻ്റെ ശവകുടീരത്തിലേക്കുള്ള വഴിയാണിത്. ഹുമയൂണിന് ശേഷം ഭരിച്ചിട്ടുള്ള എല്ലാ മഹാരാജാക്കന്മാരും ചക്രവർത്തിമാരും ഈ വഴി എന്തായാലും പോയിരിക്കും. ആ വഴിയെ നടക്കാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഹുമയൂണിൻ്റെ മാത്രമല്ല, അകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരുപാട് ആൾക്കാരുടെ ശവകുടീരം നമുക്കതിനകത്ത് കാണാൻ പറ്റും. ഈ ബാഹുലിമ ഗേറ്റ് വേക്ക് അകത്തൂടെ നമ്മൾ നോക്കുമ്പോൾ കാണുന്നതാണ് ഹുമയൂൺ ടോംബ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താജ്മഹൽ ഇതിൻ്റെ ഒരു മോഡൽ അനുകരിച്ചിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചെയ്തേക്കുന്ന റെഡ് സാൻഡ് സ്റ്റോണിലാണ്, അത് ചെയ്തേക്കുന്ന വൈറ്റ് മാർബിളിലാണ്. അത് തന്നെയാണ് മെയിനായിട്ടുള്ള വ്യത്യാസം. പിന്നെ അത് കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതും പക്ഷേ ഏകദേശം നമുക്ക് ആ ഒരു ബ്യൂട്ടി തോന്നും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അണ്ടർ റേറ്റഡ് പ്ലേസാണ്. നമ്മൾ ഫാമിലി. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ വ്യൂ. മിന്നുവിനൊക്കെ ഇത് കണ്ടിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ മിന്നു വളരെ ഹാപ്പിയാണ്. അകത്തേക്ക് പടിക്കെട്ട് കയറിയിട്ടാണോ അകത്ത് പോകാനായിട്ട്. നല്ല സ്റ്റീപ്പായിട്ടുള്ള പടിക്കെട്ടാണ്, അത്യാവശ്യം സ്ട്രെയിനാണ് കയറാനായിട്ട്. അങ്ങനെ കയറി മേളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഹുമയൂൺ ടോംബിനകത്തേക്ക് കയറാൻ പറ്റും. എന്തായാലും ഒരു തവണയെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നല്ലൊരു മോണുമെൻ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ചാർബാഗ സ്റ്റൈൽ ഓഫ് ഗാർഡൻ സിസ്റ്റം അതിൽ പണിതിട്ടുള്ള ടോംബാണ്. ചാർബാഗ സ്റ്റൈൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഗാർഡൻ 4 പാർട്ടായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ, ഇതാണ് ചാർബാഗ സ്റ്റൈൽ, ഒരു ഗാർഡൻ 4 പാർട്ടായിട്ട് തിരിച്ചിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഒരു ടോംബ് വയ്ക്കുന്നു. അപ്പോൾ ഈ സ്റ്റൈലിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചെയ്തത് മുഗൾസ് ചെയ്തത് ഈ ഒരു സ്ട്രക്ചറാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാട് മുഗൾ രാജകുമാരന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ശവകുടീരങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും, ടോംബുകൾ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. മുഗൾ സാമ്രാജ്യത്തിലെ രണ്ടാമത്തെ ചക്രവർത്തിയായിരുന്ന ഹുമയൂണിൻ്റെ ഭാര്യയായ ബേഗം 1558 ഇതിൻ്റെ പണി തുടങ്ങുന്നത്. ഇതിൻ്റെ പണി തീരുമ്പോൾ ഏകദേശം 1572 ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 10-20 വർഷത്തോളം നീണ്ടുനിന്ന പണിയാണ് ഇത് കംപ്ലീറ്റ് ആക്കാനായിട്ട് എടുത്തത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഹുമയൂണിൻ്റെ ശവകുടീരമാണിത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറുകയാണ്. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഹുമയൂണിൻ്റെ ശവകുടീരം നടുക്കൊരു സെൻട്രൽ ഹാളിലും ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഭാര്യയുടെ ആയിരുന്നാലും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളുടെ ദാരാ ഷിക്കോവിൻ്റെയൊക്കെ, അദ്ദേഹത്തിൻ്റെ ചെറുമകനായിട്ടുള്ള ദാരാ ഷിക്കോവിൻ്റെയൊക്കെ, അതായത് ഷാജഹാൻ്റെ ചേട്ടൻ, ഷാജഹാൻ ഇദ്ദേഹത്തെ വധിച്ചിട്ടാണ് രാജാവാകുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരം അങ്ങനെ തുടങ്ങി. പിന്നെ ഈ ഹുമയൂണിന് വിശ്വസ്തരായിട്ടുള്ള പടയാളികൾ, അതുപോലെ തന്നെ പടത്തലവന്മാർ, അദ്ദേഹത്തിൻ്റെ മന്ത്രിമാർ, പണ്ഡിതന്മാർ, അവരുടെ എല്ലാവരുടെയും ശവകുടീരം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. ഇതാണ് ഹുമയൂണിൻ്റെ ശവകുടീരം. ബാക്കിയൊക്കെ സൈഡിൽ നമുക്ക് നോക്കി കാണാൻ പറ്റും. ഈ സെൻട്രൽ ഹാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് 4 സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാലും 4 സ്ഥലത്തുള്ള ശവകുടീരം നമുക്കിവിടെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് തന്നെ കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെയുണ്ട്, ഇവിടെ വേറൊരു സെക്ഷൻ ടോംബാണ്. എല്ലാം കൊത്തുപണികളൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളാണ്. റെഡ് സാൻഡ് സ്റ്റോണിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. എല്ലാം അതുപോലെ തന്നെയുണ്ട്. ഇവിടെ വേറെ ഒരു രണ്ട് ഇതും കൂടെ ഉണ്ട്. ഇവിടെ ഒരു വലിയ ടോംബുണ്ട്. പക്ഷേ ഏറ്റവും വലിയ ടോംബ് ഹുമയൂൺ ടോംബ് തന്നെയാണ്. ടോംബാണ്. ഇവിടെ നിന്നിട്ട് അവിടെ ഒരു ടോംബുണ്ട്, അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഒരു ടോംബുണ്ട്, അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ സൈഡിൽ ടോംബുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഹുമയൂണിന് ഈ 4 സ്ഥലത്തേക്കും വേണ്ടപ്പെട്ട ആൾക്കാരെ അടക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 സ്ഥലത്തേക്കും ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ടാണ്
ഈ ടോംബെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആർക്കിടെക്ചറാണ്. 4 സൈഡിലോട്ടും ടോംബുണ്ട്. 4 സൈഡിലും പുള്ളിക്ക് വേണ്ടപ്പെട്ട ആൾക്കാർ അടക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ബാക്കി വർക്കൊക്കെ കാണാം. അപ്പോൾ ഇതെല്ലാം കണ്ട് നമ്മൾ വീണ്ടും പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കുറേ സ്കൂൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ എങ്കിലും അല്ലാത്ത ടൂറിസ്റ്റുകളുടെ വലിയൊരു തിരക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നില്ല. അത്യാവശ്യം പീസ്ഫുള്ളായിട്ട് നമുക്ക് കുറച്ച് നേരം വന്ന് സമയം ചിലവഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇനി ഈ സ്റ്റെപ്പ് വീണ്ടും നമ്മൾ താഴോട്ട് ഇറങ്ങണം. എന്നിട്ട് നമ്മളങ്ങനെ പോകും. നമ്മൾ തിരിച്ചു. അങ്ങനെ ഹുമയൂൺ ടോംബിൽ നിന്ന് യാത്ര തുടങ്ങി തിരിച്ച് സ്കൂൾ പിള്ളേരൊക്കെ വന്നിപ്പുണ്ട്. കാണേണ്ട ഒരു സംഭവം തന്നെയാണിത്. ആർക്കിടെക്ചറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ടെറാക്കോട്ട പീസ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇസാഖ് ഖാൻ്റെ ടോംബാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇസാഖ് ഖാൻ ആരായിരുന്നു എന്നൊരു സംശയം വരും. അദ്ദേഹം ഒരു നോബിളായിരുന്നു. നോബിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഈ അദ്ദേഹത്തെ ഒരു പ്രഭുവായിരുന്നു. അപ്പം ഈ ഷേർഷാ സൂരിയുടെ സദസ്സിലൊരു പ്രഭുവായിരുന്നു ഇസാഖ് ഖാൻ. അദ്ദേഹത്തിൻ്റെ ടോംബ് നമുക്കിതിനകത്ത് കാണാൻ പറ്റും. ഇത്രയും മോണുമെൻറ്റ്സാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്തുള്ളത്. അതെല്ലാം നമ്മൾ കണ്ടു ഓൾറെഡി. അങ്ങനെ നമ്മളിതാ വീണ്ടും നമ്മുടെ യാത്ര തിരിക്കുകയാണ്. ഒരു ഊബർ വിളിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ അടുത്ത് പോകുന്നത് ലോട്ടസ് ടെമ്പിളിലേക്കാണ്. ലോട്ടസ് ടെമ്പിളിലേക്ക് ഒരു ഊബർ എടുത്ത് പോകുന്നതാണ് നല്ലത്. കാര്യം അത്യാവശ്യം ദൂരമുണ്ട്. ഓട്ടോയിലേക്ക് ഇരുന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതൊക്കെയാണ് നമ്മുടെ ഹുമയൂൺ ടോംബിൻ്റെ പുറത്തെ കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.